നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡൽഹി ഫരീദാബാദ് രൂപതയിൽ രൂപതാ നേതൃത്വത്തിന്റെയും വിശ്വാസികളുടെയും ഇടയിൽ നിലനിൽക്കുന്ന തർക്ക വിഷയമായ ലഘുമാറ, അതായത് സർവാധിപനാം കർത്താവേ എന്ന ഉത്ഥാന ഗീത സമയത്ത് വൈദികൻ വിശ്വാസികളോടൊപ്പം അൾത്താരയിലേക്ക് തിരിഞ്ഞ് കർത്താവിനെ കുമ്പിടണമോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തിന് അൾത്താരയിലേക്ക് തിരിയണം എന്നുള്ള രൂപതാ നേതൃത്വത്തിനുള്ള മാന്യമായ ഒരു ഉത്തരമാണ് ഈ പ്രോഗ്രാം. ഇത് കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ പ്രോഗ്രാം ആദ്യാവസാനം വരെ കാണുവാൻ എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഉത്ഥാന ഗീത സമയത്ത് വൈദികൻ വിശ്വാസികളോടൊപ്പം ചേർന്നുകൊണ്ട് അൾത്താരയിലേക്ക് തിരിയണം എന്നുള്ള പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരമാണിത്. വൈദികൻ അൾത്താരയിലേക്ക് എന്തിന് തിരിയണം എന്ന് ചോദിക്കുന്ന ഡൽഹി ഫരീദാബാദ് രൂപതയിലെ വൈദികർക്കും രൂപതാ നേതൃത്വത്തിനുമുള്ള കൃത്യമായ ഉത്തരമാണ് നിങ്ങൾ കാണുവാൻ പോകുന്നത്. ആയതിനാൽ തന്നെ ഈ പ്രോഗ്രാം ആദ്യാവസാനം കാണണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. സ്ത്രീത്വത്തെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീത്വത്തെ പേടിക്കുന്ന അജ്ഞതയുടെ കൂമ്പാരമായ ഫരീദാബാദിലെ വൈദികരും ഫരീദാബാദ് രൂപതാ നേതൃത്വവും ആഗോള സിറോ മലബാർ സഭയിലെ 33 രൂപതകളിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏകീകൃത ബലിയർപ്പണത്തിന്റെ ഭാഗമാണ് ഫരീദാബാദ് രൂപത എന്ന് പറയുകയും എന്നാൽ അതിന് വിപരീതമായി പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഉത്ഥാന ഗീത സമയത്ത് മറ്റു 33 രൂപതകളിൽ അനുവർത്തിക്കുന്ന വിശ്വാസികളുടെ ഒപ്പം വൈദികനും അൾത്താരയിലേക്ക് തിരിഞ്ഞ് കർത്താവിനെ കുമ്പിടുന്ന പാരമ്പര്യം അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് പരിശുദ്ധ ബലിയർപ്പണത്തിൽ വെള്ളം ചേർക്കുവാൻ ശ്രമിക്കുന്ന ഫരീദാബാദ് രൂപതാ നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ 3 മാസമായി ഫരീദാബാദിലെ വിശ്വാസികൾ തങ്ങളുടെ അമർഷം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 40 ദിവസങ്ങൾക്ക് മുമ്പ് ഫരീദാബാദ് രൂപതയിലെ 2 ഇടവക ദേവാലയങ്ങളിൽ പരിശുദ്ധ ബലിയർപ്പണം മുടങ്ങിയ വിവരം അല്ലെങ്കിൽ തടസ്സപ്പെട്ട വിവരം നമ്മൾ ഏവരും അറിഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ നോമ്പുകാലത്ത് തങ്ങൾക്ക് ബലിയർപ്പണം ആവശ്യമാണ് എന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രം ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ ബലിയർപ്പണം പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ വിശ്വാസികളുടെ ആവശ്യപ്രകാരമുള്ള ഉത്ഥാന ഗീത സമയത്ത് വൈദികൻ അൾത്താരയിലേക്ക് തിരിഞ്ഞ് കർത്താവിനെ കുമ്പിടുന്ന പാരമ്പര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് വൈദികരും രൂപതാ നേതൃത്വവും കട്ടായം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വിശ്വാസികൾ മറ്റ് രൂപതകളിൽ അനുവർത്തിക്കുന്ന രീതിയിൽ ഉത്ഥാന ഗീത സമയത്ത് വിശ്വാസികളോടൊപ്പം വൈദികരും അൾത്താരയിലേക്ക് തിരിയണമെന്ന് പറഞ്ഞപ്പോൾ രൂപത അധ്യക്ഷൻ പറഞ്ഞത് എന്നാൽ ഉത്ഥാന ഗീതം തന്നെ നമുക്ക് വേണ്ടെന്ന് വെക്കാമെന്നാണ്. ഈ കാര്യം ഒരു വിശ്വാസി തന്നെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് നമ്മൾ കേൾക്കാം. കഴിഞ്ഞ 11-ാം തീയതിയിലെ മീറ്റിംഗില് പിതാവിനോട് ഒരു ചോദിച്ച കാര്യമാണ് സർവാധിപനാം എന്ന ഉത്ഥാന ഗീതത്തിന്റെ സമയത്ത് ഒരു സെക്കൻഡുകൾ അല്ലെങ്കിൽ 1 മിനിറ്റ് നേരം തിരിയേണ്ട ആ സമയത്ത് എന്തുകൊണ്ട് തിരിയാൻ സാധിക്കുന്നില്ല ഈ വികാരിമാർക്കും പിതാക്കന്മാർക്കും ഒക്കെ ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞ ഭാഗമാണ് ആ ഭാഗം നമ്മൾ പാട്ടിന്റെ അതങ്ങ് മാറ്റിവെച്ച് നമുക്ക് പ്രാർത്ഥന അങ്ങ് ആക്കിയേക്കാന്ന്. അപ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ മതി പിതാവിന്റെ വിവേകം എത്രമാത്രം ഉണ്ടെന്നുള്ളത്. വിവേചനാധികാരത്തിലാണ് പിതാവ് പറയുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷെ പിതാവിന്റെ വിവേകം അവിടെ കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. വിശ്വാസി പറയുന്നത് നമ്മൾ കേട്ടു. രൂപത അധ്യക്ഷൻ എന്താണ് പറഞ്ഞത് എന്ന്. ഇത് തന്നെയാണ് ഫരീദാബാദ് രൂപതയിലെ മയൂർ വിഹാർ ഇടവക ദേവാലയത്തിൽ സംഭവിച്ചത്. അവിടെ ഉത്ഥാന ഗീതം തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫരീദാബാദ് രൂപത നേതൃത്വത്തിനോട് ചോദിക്കുവാനുള്ള ചോദ്യം ഇതാണോ ശരിക്കും ഏകീകൃത ബലിയർപ്പണം? മറ്റ് 33 രൂപതകളിലും നടക്കുന്ന ഏകീകൃത ബലിയർപ്പണം തന്നെയാണോ ഫരീദാബാദിൽ നടക്കുന്നത്? ഇവിടെ ഉത്ഥാന ഗീത സമയത്ത് എന്തുകൊണ്ട് അൾത്താരയിലേക്ക് തിരിയണമെന്ന് രൂപതാ നേതൃത്വത്തിന് അവിടെയുള്ള വൈദികർക്ക് ബോധ്യമാകുന്നില്ല, അല്ലെങ്കിൽ അറിവില്ല എന്ന് വേണം ഗ്രഹിക്കുവാൻ. എന്താണ് ഉത്ഥാന ഗീതം? ഉത്ഥാന ഗീത സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ പരിശുദ്ധ ബലിയർപ്പണത്തിൽ ഉത്ഥാന ഗീത സമയത്ത് എന്താണ് ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ള അറിവില്ലായ്മയാണ് ഫരീദാബാദ് രൂപതാ നേതൃത്വത്തിലും അവിടെയുള്ള വൈദികർക്കുമുള്ളത്. ഫരീദാബാദിലെ മുഴുവൻ വൈദികരെയും രൂപതാ നേതൃത്വത്തെയും വീണ്ടും ഒരു വൈദിക പഠനത്തിന് തന്നെ വിധേയമാക്കേണ്ടി വരുമെന്നാണ് ഇത്തരം പ്രവർത്തികൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും എന്താണ് ഉത്ഥാന ഗീതം? ഈ പ്രാർത്ഥനാ സമയത്ത്
കത്തോലിക്ക സഭ എന്താണ് അനുസ്മരിക്കുന്നത്? ഇത് ബൈബിൾ അധിഷ്ഠിതമാണോ? ഇത് പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വർഗീയ ഗാനം എന്നറിയപ്പെടുന്ന ലാഗുമാറ, സുറിയാനിയിൽ ലഖ്മാറ, അതായത് ഉത്ഥാന ഗീതം പാടുമ്പോൾ സഭ ക്രിസ്തുവിന്റെ വിജയം ആഘോഷിക്കുകയാണ്. ഭൂമിയിലെ വിശ്വാസികളും സ്വർഗത്തിലെ ദൂതന്മാരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന പ്രതീകാത്മക അർത്ഥമാണ് പൂർണ്ണമാകുന്നത്. ലാഗുമാറ പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും മണിമുഴക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാന വിജയം ആഘോഷിക്കുന്നതിനുള്ള ലിറ്റർജിക്കൽ അടയാളങ്ങളാണ്. ഉത്ഥാന ഗീതത്തിൽ തിരശ്ശീല തുറക്കുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ പ്രതീകാത്മകമായി കാണിക്കുന്നതാണ്. അതിന്റെ അർത്ഥം ക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, രക്ഷയുടെ വാതിൽ മനുഷ്യർക്കായി തുറന്നു, ദൈവ സാന്നിധ്യത്തിലേക്ക് മനുഷ്യർക്ക് പ്രവേശനം ലഭിച്ചു എന്നാണ്. പള്ളിയിലെ മദ്ബഹ അഥവാ അൾത്താര ഭാഗത്തെ മറയ്ക്കുന്ന തിരശ്ശീല പല കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന്റെ രഹസ്യം, സ്വർഗീയ ആരാധനയുടെ വിശുദ്ധത, മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലം. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു സംഭവവുമായി ഇതിന് ബന്ധവുമുണ്ട്. അതായത് ഇത് ബൈബിൾ അധിഷ്ഠിതമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, ക്രിസ്തു ക്രൂസിൽ മരിച്ചപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി പിളർന്നു, മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള തടസ്സം നീങ്ങി എന്നതാണ് ആ സന്ദേശം. അതിനാൽ ലാഗുമാറ പാടുമ്പോൾ തിരശ്ശീല തുറക്കുന്നത് സ്വർഗം തുറക്കുന്നതിന് തുല്യമാണ്. ഗവേഷകർ പറയുന്നത് ഇത്തരത്തിലുള്ള ഉത്ഥാന ഗീതങ്ങൾ ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ സുറിയാനി സഭകളിൽ രൂപപ്പെട്ടതാണ് എന്നാണ്. ലാഗുമാറ എന്ന സുറിയാനി ഭാഷയിലെ 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്. ലാഗു നിനക്കായി, മാറ കർത്താവെ. അതിനാൽ ലാഗുമാറ എന്നതിന്റെ പൊതുവായ അർത്ഥം കർത്താവെ നിനക്കായി അല്ലെങ്കിൽ കർത്താവെ നിനക്ക് സ്തുതി എന്നാണ്. ഈ ഗാനം എന്തുകൊണ്ടാണ് ഇന്നും പ്രാധാന്യം അർഹിക്കുന്നത്? ഈ ഗാനം ക്രിസ്തുവിന്റെ പുനരുത്ഥാനം പ്രഖ്യാപിക്കുന്നു, സഭയുടെ പുരാതന സുറിയാനി പാരമ്പര്യം സംരക്ഷിക്കുന്നു, വിശ്വാസികൾക്ക് പ്രത്യാശയും സന്തോഷവും നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഫരീദാബാദ് രൂപത നേതൃത്വം വിശ്വാസികൾക്ക് സന്തോഷവും പ്രത്യാശയും നൽകുവാൻ ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനം പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉത്ഥാന ഗീത സമയത്ത് ത്രിത്വം സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പരമപരിശുദ്ധമായ പരമസത്യമായ ഒരു ദൈവിക രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ആ സമയത്ത് വിശ്വാസികൾ ത്രിത്വത്തെ നോക്കി കുമ്പിടുമ്പോൾ അതിന് വിപരീതമായി ഫരീദാബാദിലെ വൈദികർ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ത്രിത്വത്തെ അപമാനിക്കുന്ന രീതിയല്ലേ ഫരീദാബാദ് രൂപതയിൽ നടമാടുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. ഫരീദാബാദ് രൂപത നേതൃത്വം ഇതിനെപ്പറ്റി തിരിച്ചു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് അറിവില്ലായ്മയാണോ അതോ ത്രിത്വത്തെ അപമാനിക്കുന്ന രീതിയാണോ എന്ന് രൂപത നേതൃത്വം ചിന്തിക്കണം. കാരണം സീറോ മലബാർ സഭയിലെ 33 രൂപതകളിലും ത്രിത്വത്തെ നോക്കി കുമ്പിടുന്ന അല്ലെങ്കിൽ മദ്ബഹായെ അൾത്താരയെ നോക്കി കുമ്പിടുന്ന പാരമ്പര്യമുള്ളപ്പോൾ ഫരീദാബാദിൽ മാത്രം ദൈവത്തെ നോക്കാതെ ത്രിത്വത്തെ ഭയപ്പെട്ടുകൊണ്ട് ത്രിത്വത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന വൈദികർ ശരിക്കും പുരോഹിതരാണോ, ശരിക്കും ദൈവത്തിന്റെ പുരോഹിതരാണോ എന്ന് ഫരീദാബാദ് രൂപത നേതൃത്വവും ഫരീദാബാദിലെ വൈദികരും ചിന്തിക്കണം. ഇവിടെ വിശ്വാസികൾ അൾത്താരയിലേക്ക് നോക്കി കുമ്പിടുമ്പോൾ നിങ്ങൾ വൈദികർ കാണിക്കുന്നത്, ഫരീദാബാദിലെ രൂപത നേതൃത്വം കാണിക്കുന്നത് പാഷാണ്ഡതയാണ് എന്ന് വിളിച്ചു പറയേണ്ടി വരും. ഉത്ഥാന സമയത്ത് വിശ്വാസികളോടൊപ്പം വൈദികരും അൾത്താരയിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധ ത്രിത്വത്തെ കുമ്പിട്ട് ആരാധിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വാസികൾക്കെതിരായി രൂപത നേതൃത്വം ഒരു സർക്കുലർ തന്നെ പുറത്തിറക്കി. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിചിത്രവും വിരോധാഭാസം നിറഞ്ഞതുമാണ്. അൾത്താരയിലേക്ക് നോക്കി കുമ്പിടുന്നത് എവിടെയൊക്കെയോ നടക്കുന്ന അനാചാരങ്ങളാണ് എന്നർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ ത്രിത്വത്തെ നോക്കി കുമ്പിടുന്നത് വിശ്വാസത്തിനെതിരാണ് എന്ന അർത്ഥത്തിലാണ് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വേദനാജനകമായ കാര്യം. ഇവിടെ മുൻ
പെർമനന്റ് സിനഡാംഗവും ഇപ്പോഴും സിനഡിന്റെ അംഗമായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിൽ പിതാവ് ഉത്ഥാന ഗീത സമയത്ത് ചില സ്ഥലങ്ങളിൽ അൾത്താരയിലേക്ക് തിരിയാതിരിക്കുന്ന വൈദികരെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്ഥാന ഗീതത്തെ പറ്റിയും അൾത്താരയിലേക്ക് തിരിയാതിരിക്കുന്ന നടപടിയെ പറ്റിയും എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഈ കുർബാന അർപ്പിക്കുമ്പോൾ അതിന്റെ ഭദ്ര ശുശ്രൂഷയുടെ ഔദ്യോഗിക ആരംഭമാണ് സർവാധിപന എന്ന് പറയുന്നത്. അതുവരെയുള്ള ആമുഖ ശുശ്രൂഷകൾ എന്നാണ് പറയുന്നത്. കുർബാന ആരംഭം മുതൽ ഇതുവരെയുള്ള ഭാഗം ആമുഖ ശുശ്രൂഷ എന്ന് പറയും. പക്ഷേ കുർബാന അതിന്റെ ഒഫീഷ്യലായിട്ട്, അത് വചന ശുശ്രൂഷ അതിന്റെ ഒഫീഷ്യലായിട്ട് ആരംഭിക്കുന്നത് ഈ ഉദ്ധാന വിധിയോടുകൂടിയാണ്. അപ്പോൾ അത് ആഘോഷമായ ഒരു തുടക്കമാണ്. കുർബാന എന്ന് പറയുന്ന എല്ലാം ഒരു പ്രതീകങ്ങളിലൂടെ ഉള്ള ആഘോഷമാണല്ലോ. എല്ലാം പ്രതീകങ്ങളാണ്. കാരണം ഇതിന് സ്വർഗീയ യാഥാർത്ഥ്യമാണ്. ഇതൊരു ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഈ സ്വർഗത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് കർത്താവിന്റെ ബലി എപ്പോഴാണ്? കർത്താവ് അർപ്പിച്ച ബലിയാണ്. രണ്ടാമതും ബലിയല്ലത്. കുടിവെള്ളം ഉത്ഥാന മാർപ്പാപ്പയോ ഒന്നും അത് അർപ്പിക്കുന്ന ബലിയല്ല. ഈശോയെ അർപ്പിച്ച ബലി അനേക ബലിയാണ്. ആ ബലിയാണ് ലോകാവസാനം വരെ തുടരുന്നത്. സ്വർഗത്തിൽ പോലും നിത്യകാലം അതങ്ങൾ പിന്തുണയ്ക്കാണ്. അപ്പോൾ ആ സ്വർഗീയ ബലിയിൽ ഭൂവാസികളായ നമ്മളെ പങ്കാളിയാക്കി തീർക്കുക, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഔദാശികമായ അടയാളങ്ങളുടെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ഔദാശിക അടയാളങ്ങളാണ് കർത്താവിനെ സ്ഥാപിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങൾ. അപ്പൊ ഇത് വാസ്തവത്തിന് ഈ അടയാളങ്ങളുടെയൊക്കെ അർത്ഥവും അതിന്റെ ശക്തിയും ഒക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സംശയങ്ങളെ ഉണ്ടാകാതിരിക്കുള്ളൂ. ഈ കാര്യത്തിൽ സർവാധിപനം ആരംഭിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന കാര്യം മധുബായുടെ വിധി തുറക്കുന്നു, മധുബാബയെ പ്രകാശപൂരിതമാക്കുന്നു, അവിടെ തിരി കെട്ടിക്കുന്നു, പിന്നെ ശുശ്രൂഷി തുവാർപ്പ് നടത്തുന്നു, മധുബായിലേക്ക് പ്രവേശിച്ച് തുവാർപ്പ് നടത്തുന്നു. പുരോഹിതൻ, കാർമികൻ, വചനവേദിയിലുള്ളവരൊക്കെ മധുബായിലേക്ക് തിരികെയാക്കും. കാരണം ഈ ആ സമയത്ത് അനുസ്മരിക്കുന്ന സംഭവം നടക്കുന്ന സ്ഥലത്തെ പ്രതികരിക്കുന്ന മധുബായ ഇത് സൂചിപ്പിക്കുന്നു. ഇത് ഈശോയുടെ മാമോദിസായുടെ സംബന്ധിച്ച കാര്യമാണ്. മാമോദിസ അവസരത്തില് മാംസയിൽ കാണുന്ന മനുഷ്യ പരിശോധന ഇപ്പം പരസ്യ ജീവിതത്തിന്റെ ആരംഭമാണ് മാംസായും ആ സമയത്ത് ദൈവാഷ്ടങ്ങളുണ്ട്. അവിടെ അവരുടെ വിനോദത്തിനെ വന്ന് ഈശോ മാംസം സ്വീകരിച്ച് ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ സ്വർഗം തുറക്കുകയാണ്. സ്വർഗം തുറന്ന് പിതാവിന്റെ സ്വരം പിതാവ് പുത്രനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവൻ എന്റെ പ്രിയത്തിലാവുന്നു, ഇവരിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആ സമയത്ത് പ്രവാചകീശ ഭാവിന്റെ രൂപത്തിൽ പുത്രൻ തന്നെ എഴുന്നള്ളി വരുന്നു. ഇവിടെ എന്താ സംഭവിക്കും? ഇതൊരു വലിയൊരു ആവിഷ്കരണമാണ്, ഒരു വെളിപ്പെടുത്തലാണ്. പക്ഷേ ക്രിപ്റ്റോയ ദൈവം, ദൈവം ക്രിപ്റ്റോയ ദൈവമാണ്, ദൈവം ക്രിപ്റ്റമാണ് എന്നുള്ളത് വളരെ പ്രകടമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്ന ഒരു സംഭവമാണിത്. വലിയ രക്ഷാകര സംഭവമാണിത്. ക്രിപ്റ്റത്തിന്റെ വെളിപ്പെടുത്തലുകൾ നടക്കുകയാണ്. അപ്പൊ ഇവിടെ പിതാവ് സംസാരിക്കുന്നത്, പിതാവുണ്ട്, പുത്രനാണ് സാധിച്ചത്. ഇവൻ നിന്റെ പ്രിയത്തിലാണെന്ന് തന്റെ പുത്രനാണെന്ന്. അപ്പൊ ഇവൻ ദൈവം തന്നെയാണെന്നുള്ള വെളിപ്പെടുത്തലാണ് അവിടെ വരുന്നത്. ഇവൻ എന്റെ പുത്രനാണ്, അതുകൊണ്ട് ഇവൻ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുന്ന പുത്രനെ വെളിപ്പെടുത്തുന്നു. പ്രസാദനാവും വരുന്നു. അപ്പൊ ക്രിപ്റ്റോയുടെ ആവിഷ്കൃതരാവുകയാണ്, തീർത്ഥ ആവിഷ്കൃതമാവുകയാണ്. അപ്പോൾ ഈ സ്വർഗത്തിന്റെ പ്രതീകമാണ് വാസ്തവത്തിൽ നമ്മുടെ ദേവാലയത്തിൽ മധുബഹ എന്ന് പറയുന്നത്. മധുബഹയുടെ 3 ഭാഗങ്ങൾ അറിയാമല്ലോ. നമ്മുടെ ദേവാലയത്തിന് 3 ഭാഗങ്ങളുണ്ട്: മധുബഹ, ഹൈക്കല, ഗസ്ത്രോമ. അപ്പം അതിൽ മധുബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു, ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു, അവിടെ മനുഷ്യൻ വസിക്കുന്ന സ്ഥലം. ഈ ഗസ്ത്രോമ നിരക്കുള്ള ഒരു സ്ഥലമാണ്. അത് സ്വർഗീയ ഗായകസംഘം കലാകാരന്മാരും ഒക്കെ എവിടെയാണല്ലോ. അപ്പൊ ഗായകരീതി എന്ന് പറയാറുണ്ട്. സംഭവം സ്വർഗത്തെ ഭൂമിയെ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമായി കൂടിയാണ് കാണുക. അപ്പോൾ അവിടെ രക്ഷകർ ഈ സംഭവം സ്വർഗത്തിൽ നടക്കുന്ന ഒരു സ്വർഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉടനെ ആ സ്വർഗത്തിന്റെ പരിചയമായ പരിഭാഗത്തിലേക്ക് നമ്മൾ തിരിയുന്നു. അവിടെയാണ് പിതാവ് പുത്രനെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നിട്ട് നോക്കിയിട്ട് എന്താണ് പ്രാർത്ഥനയുടെ ഉള്ളടക്കം? എന്താണ്? വെളുപ്പിനെയാകാൻ മുന്നേ ശ്രമിക്കുന്നു. അതായത് പിതാവ് പുത്രനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രൻ ഈ പിതാവിന്റെ പുത്രനാണ്, ദൈവം തന്നെയാണ്. പിതാവായി വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ്, ആ മിശിഹായാണ്. ഈ മാംസത്തിരിക്കുന്ന ഈ മനുഷ്യൻ ഈ വാഗ്ദാനം ചെയ്ത ജനങ്ങൾ കാത്തിരുന്ന രക്ഷകനായ മിശിഹായാണ്. ഇന്നലെ കാര്യമാണ് അവിടെ വെള്ളപ്പെട്ടുപോയാണ്.
അപ്പോൾ പിതാവ് പുത്രനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ രക്ഷകനാണെന്ന്, ജീവൻ നൽകുന്നവനാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതൊക്കെ മനുഷ്യൻ ധ്യാനിച്ചുകൊണ്ട് ഈ ദൈവജനം ബലവാനിലേക്ക് നോക്കി, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി ആ കർത്താവിനെ സ്തുതിക്കുക. മൂല്യങ്ങൾ സ്തുതിക്കുന്നു, മൂല്യങ്ങൾ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ രക്ഷകനായ മിശിഹായെ സ്തുതിച്ച് ആരാധിക്കുക. അപ്പോൾ ദൈവാരാധനയുടെ ഒരു ഭാഗമാണ്, മനോഹരമായ ഒരു എക്സ്പ്രഷനാണ്, ഒരു പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. ആ സമയത്ത് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, മനോഹരമായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ക്രിയേതയുടെ സമീപന. ആ ദൈവത്തിലേക്ക് തിരിഞ്ഞ്, സ്വർഗത്തിൽ ഉയർന്ന ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കുകയാണ്, പ്രണമിക്കുകയാണ്. ഈ കുമ്പിടിന്റെ അർത്ഥം ദൈവത്തിന് ആരാധന അർപ്പിക്കുക. അപ്പോൾ ഈ ദൈവാരാധന എന്ന് പറയുന്നത് വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, വാക്കുകൾ കൊണ്ട് ഒക്കെ ആരാധിക്കുക. അപ്പൊ അതാണ് പല അനുഷ്ഠാനങ്ങളുടെ അർത്ഥം. ഇവിടെ പ്രാർത്ഥനകൾക്കുള്ള ദൈവത്തെ സ്തുതിക്കുന്നു, ഗീതം ആലപിച്ചുകൊണ്ട് പാടി സ്തുതിക്കുന്നു. നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ വിധേയത്വം നമ്മളെ പ്രഖ്യാപിക്കുക, ദൈവമുമ്പിൽ നമ്മൾ വിനീതനാകുന്നു, ഇത് ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ പ്രണമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ കർത്താവിശ്വസിയെ ഏറ്റുപറയുക, നീയാണ് രക്ഷകൻ, ദൈവം ഉറപ്പിക്കുന്നവൻ നീയാണ്. ഉത്ഥാനായ ഈശോ ഉത്ഥാനത്തിലൂടെയാണ് നേടിയെടുക്കുന്നത്. അങ്ങനെ ഈശോയുടെ ഉത്ഥാനത്തിലൂടെ നേടിയ ആ നിത്യജീവൻ നമുക്കും നൽകപ്പെടുകയാണ്. ഇതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ആണ് ഈ മധുരയിലേക്ക് തിരിയുന്നത്. അതിന്റെ പ്രതീകാത്മകത ഇതാണ്. അപ്പോൾ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുന്ന ഇതിന്റെ ഒരു ബാഹ്യമായ പ്രകാശം എന്ന നിലയില് നമ്മുടെ കാര്യത്തില് ഈ മധുബഹാരയിലേക്ക് നിൽക്കുന്ന ദൈവത്തെ വീണ്ടും ജനനപത്രത്തിലാണ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ നടക്കുന്നത്. ഈ ജനവും പദവിയിലുള്ളവരും പുരോഹിതരും കർമ്മീരും ജനങ്ങളും എല്ലാം ഒന്ന് ചേർന്ന് ഈ ദൈവത്തെ സ്തുതിക്കുക, സ്വർഗത്തിലേക്ക് നോക്കി ശരിയായി സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജനവിലേക്ക് തിരിഞ്ഞ് അർത്ഥമൊന്നുമില്ല. അപ്പൊ ആ പ്രാർത്ഥനയുടെ സ്വഭാവവും അതിന്റെ പ്രതീകാത്മകതയും അതിന്റെ പ്രാധാന്യവും ഒക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ മണ്ഡലത്തിലേക്ക് തിരിയാതിരിക്കാൻ സാധിക്കുകയില്ല. സ്വാഭാവികമായി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സഭയുടെ പുരാതനമായ പരമ്പര ഈ ജനങ്ങളിലേക്ക് വിവാഹം അർപ്പിച്ചു തുടങ്ങുമ്പോൾ യാത്രയാക്കുന്നുണ്ട്. ഏതായാലും വർഷങ്ങളുടെ പാരമ്പര്യമുള്ളത് നമ്മൾ ശ്രീനാള കാലം മുതൽ സഭയുടെ പാരമ്പര്യമാണ് കിഴക്കോട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതിന്റെ തുടർച്ചയായിരുന്നു നമ്മുടെ സഭയുടെ അടുത്ത കാലം വരെയും കുമാരൻ മൂന്ന് നഗരമായിരുന്നു. തിരിയുന്ന നിർമ്മാണം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന് സംശയത്തിന് ഇടമേ ഇല്ല. അപ്പൊ ഇതാണ് എന്റെ യാഥാർത്ഥ്യം. അപ്പം വിനയത്വത്തിന്റെ വാസ്തവത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, വിനയത്വത്തിന് പ്രസക്തിയൊന്നുമില്ല. ഒരു പ്രത്യേക പ്രയാസം കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് കൊടുക്കാത്തതുകൊണ്ട് വലിയുള്ളതില്ല എന്നുള്ള നിഗമനം അത് അത്ര യുക്തിസഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചില കാര്യങ്ങള് വളരെ അണ്ടർസ്റ്റുഡ് ആണ്, വളരെ വ്യക്തമാണ്, ക്ലിയർ ആണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആ ഒരു ക്ലാരിറ്റി ഈ സഭയിൽ എന്നും ഉണ്ടായിരുന്നു. അതായത് എക്കാലവും ഇവിടെ കുള അർപ്പിച്ചത് സഭയിലേക്ക് ചെയ്യാം. ഏതായാലും വർഷങ്ങളെ കഴിയുള്ളൂ ഞങ്ങളുടെ നിലയിൽ നിന്ന് അർപ്പിക്കാൻ തുടങ്ങിയിട്ട് ഭാഗ്യമായിട്ട് വരുന്നൊരു ശുശ്രൂഷ. അതുവരെ മതത്തിലേക്ക് തിരിഞ്ഞായിരുന്നു. അപ്പോഴൊക്കെ ഈ സഹോദരൻ ഇതെല്ലാം അതുപോലേക്ക് ചെല്ലിക്കൊണ്ടിരുന്നത്. ഇതിന് സംശയത്തിന് പ്രശ്നമായിരുന്നില്ല. ഈ വേളകളിലാണ് ഇങ്ങനെ സംശയം ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതിനൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാക്കനാട്ട് സ്ഥിരന്റെ പിതാക്കന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ കൂടുമ്പോൾ എല്ലാ ദിവസവും പിതാക്കന്മാർ ഒരുമിച്ച് കുർബാന അർപ്പിക്കുന്നു. അവിടെ പ്രധാന കാർമ്മികരായിട്ട് 2-3 പിതാക്കന്മാരെ ഓരോ ദിവസം മാറി വരും. എല്ലാവരും ഈ സമയത്ത് മലബാറിലേക്ക് തിരിഞ്ഞ് പ്രണമിക്കുന്നുണ്ട്, കുമ്പിടുന്നുണ്ട്. അവിടെ ഒരു സംശയമല്ല, അത് വിവാദ വിഷയമായിട്ടില്ല, ചർച്ചാ വിഷയം ഉണ്ടാകുക കാര്യവുമില്ലായിരുന്നു. അത് നമുക്ക് അറിയാം. അതുകൊണ്ട് ഇവിടെ പ്രത്യേക ഉപദേശത്തിന് ആവശ്യമില്ല. ഇനി മറ്റൊന്ന് എന്താ സൂചിപ്പിച്ചു, എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ആ ദൈവത്തിന്റെ സ്ഥാനം നമ്മള്
പ്രതികരണമായിട്ട് ഇവിടെ മധുഭായി നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സ്ഥാനം, ദൈവം സന്നിധനായിരിക്കുന്ന ആ ബലിപീഠം. അപ്പൊ ദൈവത്തെ സ്തുതിക്കുന്നതിന് ദൈവത്തെ പുറപ്പെടുമ്പോഴല്ല സ്തുതിക്കേണ്ടത്. ഒരാൾ നമ്മൾ ആദരിക്കുമ്പോൾ ആളുകൾ പുറപ്പെടുന്നതുകൊണ്ടല്ല ആദരിക്കുന്നത്, നേരിട്ട് ആദരിക്കുന്നു. അങ്ങനെ വരുമ്പം ഈ ആരാധനയുടെ ഈ ഒരു അനുഷ്ഠാനം നിർവഹിക്കുമ്പോൾ കുമ്പിട്ട് നിന്നെ ആരാധിക്കുന്നതിനെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്ഥാനമായ അതോവരേക്ക് തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ആരും പറയാതെ ചെയ്യേണ്ട കാര്യമാണ്. ഏതൊരു സാമാന്യബുദ്ധിയുള്ളവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ ഒരു സംശയമുള്ളത് കൊണ്ട് ഒരുപക്ഷെ താമസിയാതെ സിനഡ് അംഗീകരിച്ച് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പിന്നെ തൂക്കാസ് എന്നുള്ള കുർബാനയുടെ കർമ്മക്രമമുണ്ട്. അത് താമസിയാതെ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആ പുതിയ കർമ്മക്രമത്തിനകത്ത് ഇത് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംശയമുള്ളത് കൊണ്ട് പിന്നെ അത് അംഗീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് വരാം. നമ്മൾ കേട്ടു മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് വളരെ വിശദമായി തന്നെ ഉത്ഥാന ഗീത സമയത്ത് അൾത്താരയിലേക്ക് തിരിയേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ടിട്ടെങ്കിലും ഫരീദാബാദ് അതിരൂപതയിലെ രൂപതാ നേതൃത്വവും വൈദികരും അവരുടെ പാഷാണ്ഡതകളിൽ നിന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്ന സമയം വരണമെന്നാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും നമ്മൾക്ക് റവറൻ ഡോക്ടർ ജേക്കബ് കിഴക്കേ വീട്, അദ്ദേഹം ലിറ്റർജി കമ്മീഷന്റെ അംഗമാണ്, MOCയുടെ വൈസ് പ്രിൻസിപ്പൽ ആണ്. അദ്ദേഹം എന്താണ് ശരിക്കും ഉത്ഥാന ഗീതം, അതിന്റെ അർത്ഥം എന്താണെന്ന് വിവരിക്കുന്ന ഭാഗം കൂടി നമ്മൾക്കൊന്ന് കേൾക്കാം. സർവാധിപനാം കർത്താവെ, അല്ലെങ്കിൽ സുറിയാനി ലാവുമാറ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഗീതത്തെ കുറിച്ചാണ്. ഈ ഗീതത്തിന് 2 പേരുകൾ കൂടിയുണ്ട്. അതിങ്ങനെയാണ്: ഉത്ഥാന ഗീതം എന്ന് പറയും, ആദത്തിന്റെ മക്കളുടെ ഗീതം എന്ന് പറയും. ഈ ഗീതം സഭയിൽ കൊണ്ടുവന്നത് സൈമൺ ബർസാബെ, 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സുറിയാനി പിതാവാണ് സൈമൺ ബർസാബെ. അദ്ദേഹമാണ് ഈ ഗീതം രചിച്ചതെന്നും ആരാധനാക്രമത്തിലേക്ക് കൊണ്ടുവന്നതെന്നുമാണ് പറയപ്പെടുന്നത്. ഈശോയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാന സംഭവമായ മാമോദീസായാണ് സർവാധിപനാം കർത്താവെ എന്ന ഗീതം ആലപിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 16 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ മാമോദീസായെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ഈശോയുടെ മാമോദീസ വേളയിൽ സംഭവിച്ചത്? ഈശോ സ്നാപക യോഹന്നാൻ, മാമോദീസ നൽകിക്കൊണ്ടിരുന്ന സ്നാപക യോഹന്നാന്റെ അടുക്കിലേക്ക് ഈശോ വരുന്നു. ഈശോ ആ ജലത്തിൽ മുങ്ങുന്നു. മുങ്ങിക്കഴിയുമ്പോഴത്തേക്ക് സ്വർഗം തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വരുന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ സ്വരം കേൾക്കുന്നു: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ സംഭവമാണ് സർവാധിപനാം കർത്താവെ എന്ന ഗീതം ആലപിക്കുമ്പോൾ നമ്മൾ അനുസ്മരിക്കുന്നത്. ആ സമയത്ത് ദേവാലയത്തിൽ ഒരു പ്രത്യേക ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കർമ്മം അവിടെ ചെയ്യുന്നുണ്ട്. അതെന്താണ്? മധുബഹായുടെ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗത്തിന്റെ പ്രതീകമായിട്ടുള്ള മധുബഹായുടെ വിരി തുറക്കുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് സ്വാഭാവികമായിട്ടും ഈശോയുടെ മാമോദീസ വേളയിൽ സംഭവിച്ചത് തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് വന്നു, പിതാവിന്റെ സ്വരം കേട്ടു. അതിന്റെ പ്രതീകം എന്നോണമാണ് സ്വർഗത്തിന്റെ പ്രതീകമായിട്ടുള്ള മധുബഹായുടെ വിരി ആ സമയത്ത് തുറക്കപ്പെടുന്നത്. ഇനി എന്താണ് ഈശോയുടെ മാമോദീസ വേളയിൽ വെളിപ്പെട്ടത്? 2 കാര്യങ്ങളാണ് ഈശോയുടെ മാമോദീസായുടെ വേളയിൽ വെളിപ്പെട്ടത്. ഒന്ന്, പരിശുദ്ധ ത്രിത്വം. അതുവരെ പരിശുദ്ധ ത്രിത്വം അതിന്റെ വ്യക്തതയിൽ ഒരിക്കലും സഭയുടെ ചരിത്രത്തിൽ, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ വെളിപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ത്രിത്വം ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്ന സ്ഥലമാണ് ഈശോയുടെ മാമോദീസ വേളയിൽ. അവിടെ ഈശോയുണ്ട്, പിതാവിന്റെ സ്വരമുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിലുണ്ട്. പരിശുദ്ധ ത്രിത്വം വെളിപ്പെടുത്തപ്പെട്ടു. ഈ സമയത്ത് നമുക്ക് എന്തു മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്? അത് പത്രോസിന്റെ മനോഭാവമാണ്. എന്താണ് പത്രോസ് ഈശോയെ കുറിച്ച് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള മിശിഹായാകുന്നു എന്ന് പറയുന്നു. ഇതുപോലെ പത്രോസിനെ പോലെ ഈശോയെ ഏറ്റുപറയുവാനുള്ള വിളിയാണ് സർവാധിപനാം കർത്താവ് എന്ന ഗീതത്തിന്റെ സമയത്ത് സഭ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അതുകൊണ്ടാണ് ഈ ഗീതത്തിന് ഉത്ഥാന ഗീതം എന്ന ഒരു പേര് ലഭിക്കുവാൻ കാരണം. അതിന് കാരണമുണ്ട്. അതിനൊരു സുറിയാനി പാരമ്പര്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, വളരെ മനോഹരമാണ്. എന്താണെന്ന് വെച്ചാൽ
ആദത്തിന്റെ പാപത്തിന് ശേഷം അവർ പറുദീസായിൽ നിന്ന് പുറത്തായി. പിന്നെ അവിടെ മരിക്കുന്നവരെല്ലാം പാതാളത്തിലേക്കാണ് പോകുന്നത്. കാരണം അവർക്ക് പിന്നെ പറുദീസായിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. കാരണം നമ്മൾ കണ്ടായിരുന്നു, ക്രോവന്മാരുടെ അഗ്നി ജ്വലിക്കുന്ന വാളാൽ പറുദീസ അടയ്ക്കപ്പെട്ടു. പിന്നെ ഈ മരിച്ചവരെല്ലാം പോകുന്നത് എവിടെയാണ്? അവർ പാതാളത്തിലേക്കാണ് പോകുന്നത്. ഈശോയുടെ മരണത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങി. അവിടെ അപ്പം ആദവും ആദത്തിന്റെ മക്കൾ എല്ലാവരും ഉണ്ട്. ഈശോ തങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി പാതാളത്തിൽ നിന്ന് പറുദീസായിലേക്ക് രക്ഷിക്കുവാൻ ഈശോ കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ ആദത്തിന്റെ മക്കളും, പാതാളത്തിലുള്ള ആദവും ആദത്തിന്റെ മക്കളും കൂടെ ഏറ്റുപാടിയ ഗീതമാണ് ഈ സർവാധിപനാം കർത്താവേ എന്ന് പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ മരിച്ച് അടക്കപ്പെട്ടവർക്ക് ഉത്ഥാനം നൽകുകയാണ് ഈശോ ചെയ്തത്. ആ ഒരു അനുസ്മരണം ഉള്ളതുകൊണ്ടാണ് ഇതിന് ഉത്ഥാന ഗീതം എന്ന് പറയുന്നത്. അതും നമ്മൾ കേട്ടു. ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം ഫരീദാബാദിൽ സംഭവിക്കുന്നത് ത്രിത്വത്തിന്റെ പരസ്യമായ വെളിപ്പെടുത്തൽ സമയത്ത് ത്രിത്വത്തെ നോക്കി കുമ്പിടുവാൻ മടിക്കുന്ന, അഥവാ കർത്താവിനെ നോക്കി കുമ്പിടുവാൻ മടിക്കുന്ന, ത്രിത്വത്തെ ഭയപ്പെടുന്ന ഫരീദാബാദ് നേതൃത്വവും ഫരീദാബാദിലെ വൈദികരും എന്തിനാണ് ദൈവത്തെ ഭയപ്പെടുന്നത് എന്നുള്ളതിന് ഒരു ഉത്തരം ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. എന്നാൽ ഇവിടെ വിശ്വാസികൾക്കൊപ്പം നിൽക്കാതെ ത്രിത്വത്തിനെ നോക്കി കുമ്പിടുവാൻ മടിക്കുന്ന രൂപതാധ്യക്ഷൻ എറണാകുളം വിമതർ സമരം ചെയ്തപ്പോൾ അവരെ സ്വാന്തനിപ്പിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കേൾക്കാം. അവിടെ സഭാവിരുദ്ധരായിട്ടുള്ള വിമതർ സമരം ചെയ്തപ്പോൾ അവർക്ക് സ്വാന്തനമരുളുന്ന ഫരീദാബാദ് രൂപതാധ്യക്ഷൻ, ഫരീദാബാദ് രൂപതയിലെ വിശ്വാസികൾ ത്രിത്വത്തെ നോക്കി കുമ്പിടണമെന്ന് പറയുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കുന്നത് എന്തിനാണെന്ന് ഇതുവരെയും മനസ്സിലാകുന്നില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾക്കൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, അൽമായ സുഹൃത്തുക്കളും എറണാകുളത്ത് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ സന്ദേശം നൽകുക. ലിറ്റർജി അല്ല എൻ്റെ വിഷയം. പ്രത്യുത മനുഷ്യജീവൻ്റെ മഹാത്മ്യവും അതിൻ്റെ പവിത്രതയും ഊന്നിപ്പറയുവാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞു, പിതാവ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അത് ഹൃദയഭേദകമായിട്ടുള്ള ചങ്കുപൊട്ടുന്ന ഒരു വിലാപമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ജീവഹത്യാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടരുത്. എനിക്കിന്ന് ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സുമനസ്സുകളായിട്ടുള്ള സമൂഹത്തിലും സഭയിലുമുള്ള എല്ലാവരോടും ഒരു ആഹ്വാനം നൽകുവാനുള്ളത്, ഏതു വിധേനയും നമ്മുടെ ഈ ആത്മായ സുഹൃത്തുക്കളുടെയും ജീവൻ രക്ഷിക്കണം. അത് ക്രൈസ്തവരായിട്ടുള്ള നാം എല്ലാവരുടെയും വലിയ ഒരു ഉത്തരവാദിത്വമാണ്. മറ്റ് പരിഹാര മാർഗങ്ങൾ നമുക്ക് ആരായാം. സിനഡും സഭയും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ സഭാവിരുദ്ധരോടൊപ്പം നിൽക്കുകയും സഭയ്ക്ക് നേരെ കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന ഒരു നടപടിയല്ലേ ഫരീദാബാദ് രൂപത നേതൃത്വം ചെയ്യുന്നത് എന്ന് ഇപ്പോൾ സംശയം തോന്നുകയാണ്. ത്രിത്വത്തെ നോക്കുവാൻ ഭയപ്പെടുന്ന, കർത്താവിനെ നോക്കുവാൻ ഭയപ്പെടുന്ന, ത്രിത്വത്തെ അംഗീകരിക്കാത്ത, പരിശുദ്ധ ത്രിത്വത്തിന്റെ സത്തയെ അംഗീകരിക്കാത്ത, സത്യത്തെ അംഗീകരിക്കാത്ത വൈദികർ എങ്ങനെ വൈദികരാകുമെന്ന് ഫരീദാബാദിലെ ഓരോ വൈദികരും ചിന്തിക്കണം. ഫരീദാബാദിലെ രൂപതാ നേതൃത്വം ചിന്തിക്കണം. നിങ്ങൾ കൊഞ്ഞനം കുത്തുന്നത് പരിശുദ്ധ ത്രിത്വത്തിനെതിരാണ്. ഇതിലും വലിയ മാരക പാപമില്ല എന്ന് ഫരീദാബാദ് രൂപതാ നേതൃത്വം എന്നു മനസ്സിലാക്കും. ഇനിയെങ്കിലും നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകട്ടെ. ഈ നോമ്പ് കാലത്തെങ്കിലും നിങ്ങളിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നിങ്ങളുടെ ഉള്ളിലെ പാഷാണ്ഡത നീക്കിക്കളയട്ടെ, നിങ്ങളുടെ ഉള്ളിലെ ദൈവനിഷേധം നീക്കിക്കളയട്ടെ. കർത്താവിനെ നോക്കി കുമ്പിടുവാൻ, പരിശുദ്ധ ത്രിത്വത്തെ നോക്കി കുമ്പിടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.